നമുക്കേ കാമിതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ കാമിതയുടെ ടൈം ലൈൻ പോയി നോക്കുമ്പോഴത്തേക്ക് കാമിത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് ഇത് നിങ്ങൾ കാണുന്നത്. 72-ഉം 2-ഉം പിന്നൊരു മിൽമയെ പറ്റിയും പറയുന്നുണ്ട്. എനിക്കിതൊരു വിഷയമല്ല. ഞാൻ ഈ ഒരു വിഷയത്തിൽ അവരുടെ ടൈം ലൈൻ നോക്കുമ്പോൾ മിക്കവാറും എനിക്കൊരു സമാധാനം കിട്ടാറുണ്ടെന്ന് കമ്പിക്കഥ യൂട്യൂബറാണെന്ന് ഇവളെ ഞാൻ പറയുന്നതിന് അർത്ഥവത്തായ കാര്യങ്ങളാണ് അവളെ അത് ചെയ്തു വെക്കുന്നത്. ആകെ മൊത്തത്തിൽ അർത്ഥവത്തായ കാര്യങ്ങൾ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് പുള്ളിക്കാരത്തി. കമ്പിക്കഥ മാത്രമേ പറയുള്ളൂ. അപ്പം അവളിൽ നിന്ന് നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. ഞാൻ ടൈം ലൈനിൽ പോയി ഈ പറഞ്ഞ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഇതിനകത്തേക്ക് കയറി നോക്കിയപ്പം അവിടെ സുരേഷ് അണ്ണൻ ഒരു കമൻറ്റ് എഴുതി വെച്ചിരിക്കുന്നു. അവളെ അങ്ങ് പ്രോത്സാഹിച്ച് തള്ളി വിടുകയാണ്. ആ കമൻറ്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ സുരേഷ് അണ്ണന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തിട്ടേക്കാന്ന്. മാത്രമല്ല ഇത് കാമിതയ്ക്ക് ഉപകരിക്കും. കാമിത ഈ പിന്നെ ഖുർആൻ എടുത്ത് വെച്ച് മുഹമ്മദ് നബിയുടെ തന്നെ ചരിത്രങ്ങൾ ഇങ്ങനെ പിന്നെയും പറഞ്ഞിരിക്കണം. മുഹമ്മദ് നബി ആ കാലഘട്ടത്തിൽ ബാക്കിയുള്ളവർക്ക് മാതൃകയായിട്ടുള്ള വിവാഹങ്ങളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് എത്രയോ വയസ്സിന് മുതിർന്ന ഒത്തിരി പ്രായം ചെന്ന തീരെ നിരാലംബരായിരുന്ന സ്ത്രീകളെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം എന്ന രീതിയിൽ അവരെയൊക്കെ ചേർത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ കഥ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അപ്പം അതിനെപ്പോലും വക്രീകരിച്ച് അദ്ദേഹം ഒരു സെക്ഷുവലി ഭയങ്കര പ്രോബ്ലം ഉള്ള ഒരാളാക്കി വക്രീകരിക്കുന്ന ഒരു രീതി ഇവക്കുണ്ട്. അപ്പം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അത് കൂടുതൽ പറഞ്ഞ മുഹമ്മദ് നബി നന്നാക്കിയെന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മഹത് വ്യക്തിത്വത്തിനെ എടുത്തു വെച്ച് അവഹേളിക്കുമ്പോൾ ഇതിന് സപ്പോർട്ടീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് അവക്കൊപ്പം നിൽക്കുന്ന വൃത്തികെട്ടവന്മാർക്ക്, പ്രത്യേകിച്ച് സുരേഷ് എന്ന പേരുള്ള ഈ സുരേഷ് ഓളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ പോയി ഒരാൾ നിങ്ങളുടെ കമൻസാണ് ഞാൻ നോക്കുക. നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്ന കമൻറ്റുകളിൽ കൂടെ ഞാൻ നിങ്ങളെ കൈയോടെ പൊക്കും. അത് ആരാണോ ഏത് വിശ്വാസമാണോ അവർക്കിട്ട് ഞാൻ തരും. അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു രീതി. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിന് ഞാൻ അടിയാധാരമാക്കുന്നല്ല, മീൻസ് ആസ്പദമാക്കുന്ന ഒരു നോട്ടുണ്ട്. ഇപ്പം ലിബി ഇട്ട ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൽ കണ്ട കാര്യമാണ് ഞാനിവിടെ വീണ്ടും എടുത്ത് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ ശിവപുരാണം വായിച്ചതുപോലെ തന്നെ ലിംഗപുരാണമാണ്. ഇപ്പം ലിംഗപുരാണമാണ് ശിവപുരാണം. അപ്പം ഇത് യോനി പുരാണമാണ്. ഇതിനകത്ത് സുരേഷ് എന്ന പേരിട്ടിരിക്കുന്ന അവനിക്ക് വേണ്ടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇന്ദ്രന്റെ പേരാണ് സുരേഷ് എന്നുള്ളത്. സുരേഷിന് കുറേ പേരുകളുണ്ട്. ഇന്ദ്രന് പല പേരുകളാണുള്ളത്. അതിനകത്ത് പുരന്തരൻ എന്നുണ്ട്, സഹസ്രാക്ഷൻ എന്നുണ്ട്, സഹസ്രയോനി, അങ്ങനെ കുറേ പേരുകൾ ഇന്ദ്രനുണ്ട്. അതിൽ ഇന്ദ്രന്റെ ഒരു പേരാണ് ഈ പറയുന്ന സുരേഷ്. അപ്പോൾ ഇന്ദ്രന്റെ പേര് അതാണ് നമ്മളുടെ ഇവിടുത്തെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്ദ്രന്റെ പേര് നീ കേൾക്കണം. എങ്ങനെ ഈ പേരുണ്ടായി? ഇനിയും നിനക്ക് ഇന്ദ്രന്റെ പേര് നിന്റെ പേരിനൊപ്പം ചേർക്കണോ എന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പം ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പുരാണ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കഥ കാമിതയ്ക്ക് എടുക്കാം, കാമിതയ്ക്ക് ഇത് വെച്ച് വീഡിയോ ചെയ്യാൻ. നല്ല കാര്യമടി. എന്തിനടി അതീസും മറ്റതുമൊക്കെ പോകുന്നത്? ഇല്ലാ കഥ ഉണ്ടാക്കുന്നതിനേക്കാൾ ദ റിയലിസ്റ്റിക് സ്റ്റോറിയാണ് ഞാനൊക്കെ തരാൻ പോകുന്നത്. അപ്പം നമുക്ക് ലിബിയുടെ ആ ഒരു പോസ്റ്റിലേക്ക് പോകാം. ലിംഗപുരാണം കേട്ട് മടുത്തവർക്ക് അല്പം യോനി പുരാണം പറയാം. യെസ്, ഇത്രയും നാൾ നമ്മൾ ലിംഗപുരാണമാണ് കേട്ടത്. ഈ ആദ്യത്തെ സുന്നത്ത് എവിടെയാണെന്ന് അറിയാമോ? നമ്മളൊക്കെ ഇവന്മാരൊക്കെ വെറും ഊറുകളാണ്, എല്ലാം കോപ്പിയടിയാണ്. ഇവർ സുനയുടെ അറ്റമാണ് ചെത്തുന്നത്. അവരങ്ങനെയല്ല, മൊത്തം ചെത്തിക്കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഹിന്ദു മതവിശ്വാസികൾക്ക്. അതെന്തെന്നറിയാമോ? നമ്മൾ ശിവനെ കണ്ടിട്ടില്ലേ? ശിവന് അത്യാവശ്യം ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു, അത് മനസ്സിലായില്ലേ? പാർവതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തിരി പ്രോബ്ലം കൂടിപ്പോയി. ആ പ്രോബ്ലം സൊല്യൂഷന് വേണ്ടിയിട്ട് മഹർഷിമാരുടെ പെണ്ണുങ്ങളുടെ അടുത്തോട്ട് ഓടി വന്ന് കയറുകയാണ്. അങ്ങനെ ഇത് മഹർഷിമാർ കാണുമ്പോഴത്തേക്ക് ലിംഗം മുഴുക്കി അങ്ങോട്ട് ചെത്തി ദൂരെ കളയുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ബലാത്സംഗത്തിന് കുറ്റം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പണിഷ്മെന്റ് ഇതാണ്, സാമനം അങ്ങ് മൊത്തം ചെത്തി കളയും. മനസ്സിലായില്ലേ? ഏത് അത് കോപ്പി അടിച്ചാണ് ഇവർ സുന്നത്ത് കല്യാണം. ഏതായാലും അവിടെ വയ്ക്കട്ടെ. ലിംഗപുരാണം കേട്ട് മടുത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സഹസ്രാക്ഷൻ, സഹസ്രയോനി. സഹസ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ സഹസ്രാക്ഷൻ 1000 കണ്ണുള്ളവൻ, അതാണ് പറയുന്നത്. 1000 കണ്ണുള്ളവൻ സഹസ്രയോനി. ഹിന്ദുക്കളുടെ വേദങ്ങളിൽ പറയുന്ന പ്രധാന ദേവനും പിന്നീടുണ്ടായ കഥാപുസ്തകങ്ങളിലെ ദേവാദിദേവനുമായ ഇന്ദ്രനെ എന്താണ് ആരും ക്ഷേത്രം നിർമ്മിക്കാത്തത്? അത് നമ്മുടെ വിഷയമൊന്നുമില്ല. അയാൾക്ക് വേണമെങ്കിൽ ക്ഷേത്രം ഉണ്ടാക്കട്ടെ. നമുക്ക് കഥയിലേക്ക് പോകാം. കഥ പറവച്ചേ. ബ്രാഹ്മണന് ക്ഷേത്രാരാധന ഇല്ലായിരുന്നു. ഓക്കെ, തീയിട്ട ആരാധനയായിരുന്നു. ആയിക്കോട്ടെ. എങ്കിലും ഉദ്ധൃത ലിംഗ പുനരുദ്ധാരണ കാലത്ത് എന്തുകൊണ്ടാണ് ശരീരത്തിൽ 1000 യോനിയുള്ള ഇന്ദ്രന് ക്ഷേത്രം നിർമ്മിക്കാത്തത്? അതൊരു ചോദ്യമാണ്. കാരണം നമ്മളൊക്കെ ഭയങ്കര ഗ്രേറ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ദേവൻ വാസ്തവത്തിൽ നല്ല ഒരു പിച്ചപുറുക്കിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് പുള്ളിക്കാരത്തി അവതരിപ്പിക്കുന്നത് ഈ കഥയിലുള്ളത്. ഞാനല്ലേ പുള്ളിക്കാരത്തി പറയണേ, ചുമ്മാ എൻ്റെ അല്ലേ കയറല്ലേ. ഇന്ദ്രന് പുരന്തരൻ എന്ന പേരുള്ളത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ, പുരന്തരൻ എന്നൊരു പേര് ഇന്ദ്രനിക്കുണ്ട്. പുരങ്ങൾ കത്തിക്കുന്നവൻ, പുരങ്ങൾ നശിപ്പിക്കുന്നവനാണ് ഇന്ദ്രൻ. ഇപ്പം നമ്മൾ എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ, കാഫറുകളെ കൊല്ലണം, അന്യമതസ്ഥരെ ഉപദ്രവിക്കണം എന്നൊക്കെ ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെ അത് ഇവരുടെ സംസ്കാരത്തിലും ഉണ്ട്. അതാണ് പുരന്തരൻ. ഇന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഇന്ദ്രന്റെ വാഹനമായിട്ട് പട്ടിയാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ പട്ടി മണപ്പിച്ച് ആളെ കണ്ടെത്തും,
ഇന്ദ്രൻ പോയി അവരെ വീട് എല്ലാം നശിപ്പിച്ച് അവനെയും കൊന്നിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ പുരന്തരൻ എന്ന പേര് കിട്ടാനുള്ള കാരണമാണ് ഇത് പറഞ്ഞത്. അതൊക്കെ പുരാണങ്ങളിലുള്ള കാര്യമാണ്, നമ്മൾ ഇട്ട് പറയണമൊന്നുമില്ല. ഇനി ഇന്ദ്രൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ പുള്ളിക്ക് പുരന്തരൻ എന്ന പേര് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ അന്യമതസ്ഥരെയാണ് കൊല്ലുന്നെങ്കിൽ ഇവർ സ്വജാതിയിലുള്ള താഴ്ന്ന ജാതിക്കാരെയാണ് കൊല്ലുന്നത്. അതാണ് ഇവരുടെ കാഫറുകൾ. ഇവരുടെ സ്വന്തം ജാതിയിലെ താഴ്ന്ന ജാതിക്കാരാണ് ഇവരുടെ കാഫറുകൾ. മറ്റു മതസ്ഥർക്കെന്ന് പറഞ്ഞാൽ അവരുടെ മതമല്ലാത്ത മറ്റു മതക്കാരാണ് കാഫറുകൾ. വ്യത്യാസം അതാണ്. അപ്പൊ ഇനി അതിനകത്ത് ഈ കാര്യവും അതും കൂടെ തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. സഹസ്രാക്ഷൻ, അതിന് യോനിയുമായി എന്ത് ബന്ധം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അത് പറയാം. 1000 കണ്ണുള്ള ദൈവമാണ് ഇന്ദ്രൻ. ഹൈന്ദവ പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. ഇതിന് പിന്നിൽ അതീവ രസകരമായ കഥയുണ്ട്. ഭക്തിക്കൊപ്പം കാമവും നിറഞ്ഞൊഴുകുന്നതാണ് മിക്ക മതസ്ഥരും കഥാപുസ്തകങ്ങൾ. അവയിൽ രസകരമായ കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദ്രനും അഹല്യയുമായുള്ള സംഭോഗവും അനന്തര വിശേഷങ്ങളും. ആരോ കഞ്ചാവടിച്ചെഴുതിയതാണെങ്കിലും പുരാണങ്ങൾ അല്പം മസാലകളൊക്കെ നിറഞ്ഞ അതീവ രസകരങ്ങളാണെന്നതിന് തെളിവ് കൂടിയാണ് ഈ കഥകൾ. അതായത് ഈ അഹല്യയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശ്രീരാമൻ ഒരു കല്ലിന് ചവിട്ടിയിട്ട് ശാപമോശം കൊടുക്കുന്നത് ഓർമ്മയുണ്ട? ആ കഥയാണ് ഇത് കേട്ടോ. ഇതും അതും കൂടെ നല്ല മാച്ച് ആവും. അഹല്യ അങ്ങനെ കല്ലാകാനുള്ള കാരണവും ഈ കഥയ്ക്കകത്തുണ്ട്. ഇനി നമുക്ക് ഇന്ദ്രന്റെ കഥയിലേക്ക് വരാം. ഇതൊരു ബൃഹത്തായ വലിയൊരു കഥയാണ്. അപ്പോൾ നമുക്കത് ചുരുക്കി അങ്ങോട്ട് പറയാം. പണ്ട് ഈ നമ്മുടെ ശാസ്ത്ര കോൺഗ്രസിൽ നമ്മുടെ മോങ്ങിയെണ്ണം വന്നുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ശസ്ത്രക്രിയ, ആദ്യത്തെ പല ഉടായ്പകളും ഒക്കെ തന്നെ ഇവരാണ് ചെയ്തതെന്ന് അവർ പറയുന്നത്. അതായത് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് അവർ. അങ്ങനെ ശരിയാണ്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ സുന്നത്ത് കല്യാണം അവരല്ലേ കണ്ടുപിടിച്ചത്. ശിവന്റെ ആദ്യത്തെ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു, മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇന്ദ്രന്റെ അതും ഇപ്പോൾ കട്ട് ചെയ്യും. ആ കഥയിലേക്ക് നമ്മൾ വരുന്നത്. ഈ ഇന്ദ്രനിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഫാക്ടറി ഉണ്ട്, സ്ത്രീകളുടെ ഫാക്ടറി. ഉർവശി, രംഭ, മേനക, തിലോത്തമ അങ്ങനെ പറയണം. അതിൽ ഉർവശിയാണ് ഏറ്റവും സുന്ദരി. അപ്പോൾ ഉർവശി ചേച്ചിക്ക് ഇത്തിരി അഹങ്കാരം കൂടി. അപ്പോൾ ഉർവശി ചേച്ചിയുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടി ബ്രഹ്മാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഫാദറാണ്. അപ്പം ഫാദർ ഓഫ് ദ ടോട്ടൽ ബൃഹത്താമിറ്റി, അതാണ് ബ്രഹ്മ അണ്ണൻ എന്ത് ചെയ്തു? ഒരു പെണ്ണിനെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. സർവത്ര ചരാചരങ്ങളിലുമൊക്കെ തേടി അന്വേഷിച്ച് ഏറ്റവും സുന്ദരമായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സ്ത്രീ രൂപമാണ് അഹല്യ. അപ്പൊ അഹല്യയും നാരദൻ അറിയാമല്ലോ. നാരായണ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു നാരദനില്ലേ, കള്ളൻ. ഇവിടുന്ന് നോണ, അവിടെ നോണയും കുണ്ടണിയും പറയണ നാരദൻ. അങ്ങേര് ഈ അഹല്യയുടെ സഹോദരനായിട്ട് വരും. അതിന്റെ കാര്യം എന്തെന്നറിയാമോ? ബ്രഹ്മാവ് ഉണ്ടാക്കിയതാണ് നാരദന, ബ്രഹ്മാവ് ഉണ്ടാക്കിയാണ് അഹല്യ. അപ്പൊ രണ്ടുപേരും ആങ്ങളെയും മങ്ങളും ഇല്ലയോ? അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അതെന്തിനാ ഇപ്പൊ പറഞ്ഞ് നിങ്ങൾക്ക് കഴിയുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അടുത്തൊരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെങ്കൊച്ചിനെ ഒരുപാട് പേര് അങ്ങോട്ട് കല്യാണം ആലോചിച്ചിരുന്നു. അഹല്യ അതിസുന്ദരിയാണ്. ഉർവശിയൊക്കെ മാറി നിൽക്കും. ഒമ്മാതിരി സുന്ദരിയാ, നല്ല സൂപ്പർ സുന്ദരി. അവളെ കല്യാണം കഴിക്കാൻ ഒത്തിരി പേര് വരും. ഇന്ദ്രൻ ആദ്യം വന്നിരിക്കും. പെറും പെങ്കോന്തനാണ് അങ്ങേട്ടെന്നുള്ള തെളിവാണത്. അവിടെയുള്ള പെണ്ണുങ്ങളൊന്നും പറ്റൂല. രംഭ, തിലോത്തമ, ഉത്തര ഇത്രയും പേരുണ്ടായിട്ടും പറ്റൂല. പുള്ളിക്ക് അഹല്യ തന്നെ കിട്ടണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അന്നത്തെ കാലത്ത് സ്വയംവരം പോലൊരു ചടങ്ങ് വയ്ക്കും. പന്തയമാണ്. ആ പന്തയം ജയിച്ചാൽ പെണ്ണിനെ കൊണ്ടുപോകാം. അപ്പോൾ ചിലർ അമ്പെടുത്ത് വില്ലിയെടുത്ത് വെയ്യെന്ന് പറയും, കുതിരയെ ഓടിക്കാൻ പറയും, ആനയെ പിടിച്ച് ചേർത്താം, ഇങ്ങനെയൊക്കെ പറയുന്ന കണക്ക് ഈ ബ്രഹ്മാവ് പറഞ്ഞ് ആദ്യം ലോകം ചുറ്റിയിട്ട് വരുന്നവനിക്ക് കൊച്ചിനെ കൊടുക്കുന്നു. ഇന്ദ്രൻ കേട്ടത് പാതി കേൾക്കാത്ത പാതി ലോകം മുഴുവൻ ഒരൊറ്റ ഓട്ടം ചുറ്റി വടിച്ചത് വന്നിരിക്കുന്നു. ഫസ്റ്റേ പെണ്ണിനെ എനിക്ക് തരണം. ഇന്ദ്രൻ അവിടെ വന്ന് ഈ കാര്യം പറയണ സമയത്ത് അഹല്യ കെട്ടിക്കൊടുക്കേണ്ട ഒരു നിർബന്ധ ഘട്ടത്തിലേക്ക് ബ്രഹ്മാവ് വരുന്നു. പക്ഷെ നാരദ ഏട്ടൻ കൊടുക്കൂല. എന്താണെന്നറിയാമോ? നാരദ എനിക്ക് ഇവനെ കണ്ണെടുത്താൽ കണ്ടു. ഇവന്റെ ഈ സർവ്വ ഉടായ്പം അറിയുന്ന ഒരാളാണ് നാരദൻ. അപ്പോൾ പുള്ളി പറയും, എന്ത് ശരിയാവത്തില്ല, ഇവന് കൊടുക്കാകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നോക്കുമ്പോൾ ഗൗതമ മഹർഷി അവിടെ നിന്നുകൊണ്ട് പശുവിൻ്റെ ചുറ്റും കിടന്ന് നടക്കുന്നുണ്ട്. പശു എന്ന് പറയുന്നത് വിദ്യന്തര സംഗതിയല്ലേ. അതിനെ ചുറ്റി വന്നവൻ മറ്റതിനേക്കാൾ വലിയ ഇതാണ്. ഈ ഉടായ്പിന്റെ ഉസ്താക്കന്മാർ ഇങ്ങനെയാണ്. പണ്ട് ശിവനെയും പാർവതിയും ചുറ്റി വന്ന് ഗണപതി പിന്നെ നമ്മുടെ മുരുകനെ പറ്റിച്ചില്ലേ? മുരുകൻ മയിൽ വാഹനത്തിന് കയറി ലോകം മുഴുക്ക ചുറ്റിക്കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങൾ ആര് ചുറ്റിയിട്ട് വരുന്നോ അവർക്ക് മാമ്പഴമെന്ന് പറഞ്ഞു. ഈ ഗണപതി എന്തെന്ന് ചെയ്ത്, എൻ്റെ ഉലകം നിങ്ങളാണെന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് ചുറ്റി. ലവൻ മണ്ടൻ അതിനകത്ത് കയറി ലോകം മുഴുക്ക ചുറ്റാൻ പോയി. ജയിച്ചതാരി ഗണപതി. അണ്ണനിക്ക് കിട്ടുകയും ചെയ്തു മാങ്ങ ഗപ്പ്. അതുപോലൊരു കഴിയാണ് ഇതിനകത്ത്. പശുവിനെയും കിടാവിനെയും ചുറ്റി വന്ന ഗൗതമ മഹർഷിക്ക് ഇവളെ അങ്ങ് കെട്ടിച്ചു കൊടുത്തു. പിന്നെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഗൗതമ മഹർഷിക്ക് സുന വർക്ക് ചെയ്യത്തില്ല. ഇപ്പം മഹർഷിയല്ലേ, ബ്രഹ്മാവല്ലേ, മീൻസ് ബ്രാഹ്മണനല്ലേ, അദ്ദേഹം ഇങ്ങനെ അങ്ങനെ എന്തരാണ്, പുള്ളിക്ക് സുന വർക്ക് ചെയ്യത്തില്ല. അതാണ് ഇൻ ഷോർട്ട്. ഞാൻ പറഞ്ഞില്ല കേട്ടോ, അതിനകത്തുള്ളതാണേ. അപ്പം പുള്ളിയുടെ സുന വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിൽ വേറെ വഴി എന്തോ നീയും, എന്താ അടുത്ത വഴി, വാട്ട് നെക്സ്റ്റ്? ആ പെണ്ണ് വേറെ ഗതികേടില്ലാതെ വേറെ ഗതിയില്ലാതെ അവിടെ ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഇവളെ എന്തായാലും ഇന്ദ്രൻ നോട്ടം ഇട്ട് കള്ളവെടിക്ക് പോകണം. ഇപ്പോഴത്തെ അവിഹിതങ്ങളൊന്നും ഒന്നുമല്ല, പണ്ടത്തെ അവിഹിതങ്ങളാണ് യഥാർത്ഥ അവിഹിതങ്ങൾ. ഇന്ദ്രനാണ് അവിഹിതങ്ങളുടെ രാജാവ്. നാട്ടിലുള്ളവർക്ക് അവിഹിതം കാണിച്ചു കൊടുത്ത ആളാണ് ഇന്ദ്രൻ. പുള്ളിക്കാരൻ എന്ത് ചെയ്യും? അവളെ
കറക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലും. അത് നമുക്ക് വായിക്കാം എന്താണെന്ന്. ദേവന്മാർ ഭൂലോകം ചുറ്റുന്ന വേളയിൽ ഗൗതമ മുനി സുരഭി എന്ന പശുവിനെയും അപ്പോൾ പിറന്ന കിടാവിനെയും ആചാരങ്ങളുടെ ഭാഗമായി വലം വെച്ചത് ചൂണ്ടിക്കാട്ടി അദ്ദേഹമാണ് ആദ്യ 3 ലോകവും വലം വെച്ചത്, വേദങ്ങൾ പ്രകാരം പശുവിനെയും കുഞ്ഞിനെയും വലം വെച്ചതിലൂടെ എന്ന് സമർത്ഥിച്ച് അഹല്യയുടെ വരൻ മഹാഋഷി ഗൗതമൻ തന്നെ എന്ന് ബ്രഹ്മാവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. തനിക്കേറ്റ പരാജയവും വിജയിച്ചിട്ടും സമ്മാനം മറ്റൊരാൾ തട്ടിയെടുത്തുന്ന അമർഷവും വിശ്വസുന്ദരിയെ മറ്റൊരാൾ സ്വന്തമാക്കിയതിലുള്ള ദുഃഖവും ഇന്ദ്രനെ ഭ്രാന്തനാക്കി. സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരിക്കലെങ്കിലും അഹല്യയെ സ്വന്തമാക്കണം, ഒരു പ്രാവശ്യം ഒന്ന് പ്രോഗ്രാം ചെയ്താൽ മതി. വാശിയിൽ ഇന്ദ്രൻ ഗൗതമ ആശ്രമത്തിലെ പരിസരങ്ങളിൽ കറങ്ങി നടന്നു, പല രൂപത്തിൽ പല വേഷത്തിൽ. ആൾമാറാട്ടം ആദ്യം കണ്ടുപിടിച്ചത് ഇങ്ങേരാ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹർഷി പകൽ മുഴുക വീട്ടിൽ കാണും, രാത്രി മുഴുക വീട്ടിൽ കാണും, പകൽ എവിടെയെങ്കിലുമൊക്കെ വായി നോക്കാൻ പോകും. പക്ഷെ ശിഷ്യഗണങ്ങൾ അവിടെ കാണും. തട്ടിച്ചതിനകത്ത് കയറുക ബുദ്ധിമുട്ടാണ്. ഇന്ദ്രൻ എന്ത് ചെയ്യുന്നറിയാമോ? ഭാര്യ അതീവ സുന്ദരിയാണെങ്കിലും ദാമ്പത്യ സൗഖ്യം പകർന്നു നൽകുക എന്ന ചിന്തയൊന്നും മുനിക്കില്ലായിരുന്നു. ഏതായാലും അഹല്യയുടെ അഭൗമ സൗന്ദര്യം 14 ലോകത്തും പരന്നു. ആശ്രമത്തിൽ അഹല്യ തനിച്ചായിരുന്നു. ഇന്ദ്രൻ തന്റെ ബുദ്ധി പുറത്തെടുത്തു. ഗൗതമ മുനിയായി ഇന്ദ്രൻ രൂപപരിണാമം നടത്തി. വേഷം അങ്ങോട്ട് മാറി ഗൗതമ മുനിയായിട്ട് അങ്ങോട്ട് ചെന്ന് കയറി പുള്ളിക്കാരത്തെ പിടിച്ച് അങ്ങോട്ട് പ്രോഗ്രാം ചെയ്തു. പുള്ളി ഋഷി ആദ്യത്തെ മിമിക്രിക്കാരൻ ഇങ്ങേരാണ് കേട്ടോ. അതുകൊണ്ട് ഋഷി ബ്രഹ്മമുഹൂർത്തത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് 36 മിനിറ്റ് മുമ്പ് എണീറ്റ് സ്നാനാദി പ്രഭാതകൃത്യം ഇങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ്. കുളിക്കാനൊക്കെ പോയ സമയത്ത് പ്രഭാത പൂജകൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമായി മടങ്ങി വരുമ്പോഴേക്കും നേരം പുലർന്നിരിക്കും. ആശ്രമ പരിസരം ഉണർന്നിരിക്കും. വേണ്ടത്ര സമയം അപ്പോഴുമില്ല. ഒരേ ഒരു വഴി ഋഷി അല്പം നേരത്തെ ഉണർത്തി ഈ വക കാര്യങ്ങൾക്ക് അയക്കുക. അതായത് പുള്ളി എഴുന്നേറ്റ് മാറി നിൽക്കാനുള്ള ഒരേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കാലത്തെ എഴുന്നേറ്റ് കുളിക്കാൻ പോകുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് പോരാ. അപ്പം ഇയാളെ നേരത്തെ എഴുന്നേപ്പിച്ച് പറഞ്ഞു വിടണം. അതിന് ഇങ്ങേരെന്തിരുന്നു ആദ്യം പൂവൻകോഴിയായിട്ട് അങ്ങോട്ട് കൂവും. അതാണ് ആദ്യത്തെ മിമിക്രിക്കാരൻ. ഇങ്ങേര് പൂവൻകോഴിയായിട്ട് കൂവുന്നതാണ്. 4 നാഴികയ്ക്ക് പകരം 7:30 വെളുപ്പിന് പൂവൻകോഴിയുടെ രൂപമാർന്ന് ആശ്രമ പരിസരത്തെത്തി കൂവാൻ ആരംഭിച്ചു. ഇന്ന് അറിയപ്പെടുന്ന മിമിക്രിക്കാരന്മാരിൽ ആദ്യത്തെ മിമിക്രിക്കാരൻ ഇന്ദ്രനാണ് എന്ന് ചുരുക്കം. 4 വെളുത്തു എന്ന ധാരണയിൽ ഗൗതമൻ നദീതീരത്തേക്ക് യാത്ര ചെയ്യും. ഇങ്ങനെ എഴുന്നേറ്റങ്ങ് പോയി. ഇങ്ങനെ പെണ്ണുമ്പിളെ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും വിശ്വസിക്കുന്നില്ല. പെണ്ണുമ്പിളെ അറിഞ്ഞുകൊണ്ടല്ല കേട്ടാ, ഇങ്ങരുടെ വേഷം കെട്ടിയാണ് ഇന്ദ്രൻ വരുന്നത്. പിന്നെ ജടയും താടിയും രുദ്രാക്ഷവും വൽക്കലവും ഒക്കെ ഉൾപ്പെടെ വേഷപ്രച്ഛന്നനായി ഇന്ദ്രൻ ഗൗതമ രൂപത്തിൽ ആശ്രമത്തിൽ കടന്നു അഹല്യയെ പ്രാപിച്ചു. പ്രോഗ്രാം നടത്തുമ്പോൾ തന്നെ അഹല്യയ്ക്ക് കാര്യം പിടികിട്ടി. ഇവൻ്റെത് പ്രച്ഛന്ന വേഷമാണെന്ന് അവൾക്ക് പിടികിട്ടി. പക്ഷെ കിട്ടാതിരുന്ന് കിട്ടുന്ന രതിസുഖം ആസ്വദിക്കുകയില്ല, വേറെ നിവർത്തിയില്ലല്ലോ. പുള്ളിക്കാരത്തി ഇതങ്ങോട്ട് എൻജോയ് ചെയ്യാണ്. പുള്ളിക്കാരത്തി മനസ്സിലായത് ആൾ വേറെയാണ് വേണം, പക്ഷെ നല്ല സുഖമുണ്ട്. മറ്റേത് തൊടൂലല്ലോ. ഇതിപ്പോൾ അത്യാവശ്യം പ്രോഗ്രാം നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സന്തോഷ നിർവൃതിയിൽ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് അറിയാതെ സമയം അങ്ങോട്ട് കടന്നുപോയി. അങ്ങേര് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു കയറി വന്നു. ആ സീനാണ് ക്ലാഷ് സീന്. അപ്പോൾ ഋഷിയുടെ രീതികളും അളവുകളും ഗന്ധവും അറിയുന്ന അഹല്യയ്ക്ക് തുടക്കത്തിൽ തന്നെ അന്യപുരുഷൻ എന്ന സംശയവും പിന്നീട് തിരിച്ചറിവുണ്ടായിട്ടും അവൾ അത് അറിഞ്ഞതായി ഭാവിക്കാതെ പ്രതികരിക്കാൻ നിൽക്കാതെ സഹകരിച്ചു. കലാപരിപാടികൾ പക്ഷെ കുറച്ചധികം സമയം നീണ്ടുപോയി. വിജയലഹരിയിൽ ഇന്ദ്രൻ സ്ഥലകാല പോലും ഇല്ലാതെ നിശ്ചയിച്ചിരുന്നതിലും കൂടുതൽ സമയം ചെലവഴിച്ചപ്പോൾ ഋഷി ആശ്രമത്തിൽ തിരിച്ചെത്തി. തൻ്റെ കിടപ്പറയിൽ ഭാര്യയ്ക്കൊപ്പം ശയിക്കുന്ന അന്യപുരുഷനെ ഒരു മാത്ര അവ്യക്തമായി കണ്ടു. ഋഷിയെ കണ്ട് പിടഞ്ഞെണീറ്റ ഇന്ദ്രൻ പൂച്ചയുടെ രൂപം കൊണ്ട് ഇരുളിൽ പതുങ്ങി നിന്നു. വീണ്ടും മിമിക്രി. അടുത്ത മ്യാവൂ എന്നായിരുന്നു പുള്ളിയുടെ മിമിക്രി. ഇന്ദ്രൻ ഉടുതുണിയുമായി ഇരുട്ടിലേക്ക് മാറി നിന്ന് പൂച്ചയായി മ്യാവൂ എന്ന് പറഞ്ഞു. ഭർത്താവിന്റെ വരവും ഇന്ദ്രന്റെ ഓട്ടവും കണ്ട് പകച്ചുപോയ അഹല്യ പെട്ടെന്ന് മനസാന്നിധ്യം വീണ്ടെടുത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ വസ്ത്രങ്ങൾ വാരിച്ചുറ്റി എണീറ്റ് നിന്നു. പിന്നാലെ മുനിയുടെ ചോദ്യമെത്തി, ആരാണ് നിന്റെ പക്കൽ നിന്ന് ഓടിപ്പോയത്? അഹല്യ മറുപടി നൽകി, മാർജാര, അതൊരു പൂച്ചയായിരുന്നു. മാർജാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച എന്നാണ് അർത്ഥം. ആ വേർഡിന്റെ മീനിങ് ആണ്. പക്ഷേ ഈ ശബ്ദം താഴ്ത്തി പുള്ളിക്കാരി ആ പറഞ്ഞത് മജാര എന്നാണ് വെപ്പ് എന്ന് വെച്ചാൽ കാമുകൻ, ഒളിക്കാമുകൻ, അങ്ങനെയും പറയാം. അപ്പം ഇറെടുത്ത് കളഞ്ഞ ഈ മർജാര എന്നുള്ളതിൽ ഇറെടുത്ത് കളഞ്ഞ മജാര എന്ന് പറയുന്ന കാമുകൻ എന്നാ. വ്യത്യാസം മനസ്സിലായി. ഒരു വള്ളിയോ കുത്തോ തെറ്റിപ്പോയാൽ ഈ അറബി പോലെയാണ് പ്രശ്നം. മർജാര എന്ന പൂച്ച മജ്ജാര എന്ന കാമുകനായി മാറി എന്നുള്ളതാണ് അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ലോകത്തിലെ ആദ്യ ലിംഗച്ഛേദം അതാണ്. സഹസ്രയോനി ഉണ്ടാകുന്നതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മളതിലേക്ക് എത്തി കൂട്ടുകാരെ, നമ്മളതിലേക്ക് എത്തി. കേട്ടുകൊള്ളുക. നിന്റെ വൃക്ഷണങ്ങൾ വീണു പോകട്ടെ. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, പാവപ്പെട്ട പച്ച മനുഷ്യനാണ് അദ്ദേഹം, ഗൗതമ മുനി. അങ്ങേർക്ക് മനസ്സിലായി പെണ്ണുമ്പിളയെ ഇയാൾ പ്രോഗ്രാം ചെയ്തതാണെന്ന്. സഹിക്കുമോ?
സ്വന്തം സുനാ പൊങ്ങാത്തോണ്ടാണ് വേറൊരുത്തൻ കയറി പ്രോഗ്രാം ചെയ്തെന്നുള്ള ബോധം വേണ്ടേ? അതൊക്കെ പോട്ട്. എന്നാലും അതൊരു തോന്നിവാസമല്ലേ? മറ്റൊരുത്തൻ്റെ ഭാര്യ കയറി ചെയ്യാൻ പാടുണ്ടോ? ഇന്ദ്രൻ ചെയ്തതും തെറ്റല്ലേ? പണിഷ്മെൻറ്റ്. ആ പണിഷ്മെൻറ്റിൽ ആദ്യത്തെ പണിഷ്മെൻറ്റ് നമ്പർ 1, നിന്റെ വൃക്ഷണങ്ങൾ വീണു പോട്ടെ, മൊട്ട പൊയ്ക്കോട്ടെ, അത് വേണ്ട നിനക്ക്. പിടികൂടി വൃക്ഷണച്ഛേദനം നടത്തി എന്ന് തന്നെ പറയാം. ഋഷിയുടെ പ്രതികാരം രസകരമാണ്. വൃക്ഷണം ഛേദിച്ചാൽ സ്വാഭാവികമായും ഇന്ദ്രന് ക്രമേണ ഉദ്ധാരണം നഷ്ടമാണ്. അപ്സരസുകളും ദേവസ്ത്രീകളും നിറഞ്ഞ ദേവലോകത്ത് നന്ദനവനിയിലെ കാമപ്പേക്കൂത്തുകൾ കണ്ട് വെള്ളമിറക്കി ഇവൻ കഴിയട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആള് സൈക്കോയാ. ഇവൻ അവിടെ ഉർവശി, മേനക, രംഭ, തിലോത്തമ, കിണ്ടമുണ്ട അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ. ഇവളുമാരൊക്കെ ഇങ്ങനെ വന്നിന്ന് കൂത്ത് കാണിക്കും. ഇവന് സാധനമില്ല, സാധനം അങ്ങനെ കണ്ടിച്ച് ദൂരെ കളഞ്ഞു. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? വൃക്ഷണങ്ങളാണെങ്കിലും ഈ സാമാനം ഇല്ലാതാവില്ല, അത് ഉദ്ധരിക്കത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? പ്രശ്നം വഷളാ, പ്രശ്നം അങ്ങനെ വരുന്നത്. അതാ സാഹചര്യത്തിൽ ഈ സൈക്കോ ആയ ഗൗതമ മഹർഷിക്ക് അതൊരു സന്തോഷമായി. കാരണം പുള്ളി അനുഭവിക്കുന്ന സെയിം പ്രോബ്ലമാണ്, സാധനം പൊങ്ങുന്നില്ല, അതാണ്. അപ്പോൾ ഇതേ പ്രോബ്ലം അയാൾക്കും വരട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. അതുമാത്രമല്ല, ഇന്ദ്രന്റെ ഏത് നേരവും കാമപരവശനായി യോനിയെ സ്മരിച്ച് നടക്കുന്ന നിനക്ക്, ഏത് നേരവും കാമപരവശനായി യോനി എന്ന് പറഞ്ഞല്ലേ പെണ്ണുങ്ങള് ചിമുള്ളുന്ന ഭാഗത്തിനാണ് യോനി എന്ന് പറയുക. നിനക്ക് രണ്ടും കണ്ട് രസിക്കാം. നിന്റെ ശരീരത്തിൽ 1000 യോനികൾ ഉണ്ടാക്കുന്നത്, ശരീരത്തിൽ ഉടനീളം അങ്ങോട്ട് യോനികളായിട്ട് വന്നോട്ടെ. അവൻ യോനി രൂപം അറിയാലോ, ശരീരം മുഴുക്ക 1000 യോനി അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും ഇയാള്. എന്നിട്ട് ഋഷി എത്ര കേമനാണെന്ന് ഇവിടെ വ്യക്തമാകുന്നു. ഭോഗാസക്തരായി ദേവലോകത്ത് അലഞ്ഞു നടക്കുന്ന 33 കോടി പകുതി ദേവന്മാർക്കിടയിലേക്ക് ശരീരമാസകലം യോനിയുമായി ചെന്നാൽ ഇന്ദ്രന്റെ അവസ്ഥ എന്താകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അടുത്ത് കൊടുത്തതും ക്രൂക്കഡായിട്ടാണ്. ഇവന്റെ ദേഹം മുഴുക്ക സുനായ, ഏത് യോനിയാ. ഇതും കൊണ്ട് അവൻ ഏതെങ്കിലും വഴിക്ക് പോയാൽ ഇന്ന സ്ഥലമൊന്നും നോക്കാതെ എല്ലായിടത്തും വെച്ച് ചെയ്യുമേ. 33 കോടി ദൈവങ്ങളില്ലേ, എല്ലാം കൂടെ പിടിച്ച് പരമ പ്രോഗ്രാമായിരിക്കും. ഇന്ദ്രനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത കണക്ക് പ്രോഗ്രാം നിൽക്കേണ്ടത്. ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ്. കാരണം ഈ യോനിയും കൊണ്ട് പുറത്ത് കാണാൻ ഒക്കത്തില്ല. ഒരു യോനി കൊണ്ട് ഇവിടെ മനുഷ്യർക്ക് പുറത്ത് കിടക്കാൻ വയ്യ. പിന്നെ 1000 യോനിയും കൊണ്ട് ഇന്ദ്രൻ എന്തോന്ന് ചെയ്യും? എവിടെ ചെന്നാലും ഇങ്ങനെ ബലാത്സംഗം ചെയ്യും. അതാണ് അവസ്ഥ. ഇന്നത്തെ കാലമല്ലെന്ന് ഓർത്തോണം, കാലം പഴയ കാലമാണ്. ലോകത്തിലെ ആദ്യത്തെ വൃക്ഷണം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആണ് അടുത്ത് നമ്മൾ പറയാൻ പോണത്. എന്തായാലും ശരീരത്തിലെ 1000 യോനികളുമായി ദേവലോകത്ത് ചെല്ലാനുള്ള ധൈര്യം ഇന്ദ്രനുണ്ടായിരുന്നില്ല. പോരെങ്കിൽ വൃക്ഷണവുമില്ല. അദ്ദേഹം വിജനമായ പ്രദേശങ്ങളിൽ കഴിഞ്ഞുകൂടി. ഇന്ദ്രൻ ഉപാസനമൂർത്തിയാകേണ്ട യാഗങ്ങൾ മുടങ്ങി. യജമാനായ ലഭിക്കേണ്ട ഹവീസുകൾ പാഴായി. ദേവലോക ചൈതന്യം ക്ഷയിച്ചു തുടങ്ങി. ഒളിവിൽ ഇന്ദ്രനെ അഗ്നിദേവൻ കണ്ടെത്തി. അജത്തിന്റെ ആട്, അത് അജം എന്ന് പറയുന്നത് ആടാണ്, ആടിന്റെ വൃക്ഷണം മുറിച്ചെടുത്ത് ഇന്ദ്രൻ അങ്ങോട്ട് വെച്ചു പിടിപ്പിച്ചു. അപ്പൊ ഇപ്പോഴും ഇന്ദ്രനിക്കുള്ളത് ആടിന്റെ സാധനം, ആടിന്റെ കൊട്ടയില്ലേ, അതാണ്. ആ ആദി വിക്ഷുങ്കരൻ സുനാതന ശാസ്ത്ര പ്രകാരം വൃക്ഷണം വെച്ച് പിടിപ്പിക്കൽ, ആ ശസ്ത്രക്രിയ ആദ്യം ചെയ്തത് അഗ്നിദേവനാണ്. അങ്ങനെ അഗ്നിദേവനാണ് ഇത് പിടിച്ചു കൊടുക്കുന്നത്. കാരണം പൂജയ്ക്ക് ഇരുത്തേണ്ടത് ഇന്ദ്രനെയാണ്. അപ്പോൾ ഇന്ദ്രനെ കിട്ടാത്തത് കൊണ്ട് അഗ്നിദേവൻ അന്വേഷിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒളിച്ചു കിടക്കുന്ന കണ്ടിട്ട് പാവം ഇങ്ങനെ സുന ഇല്ലാത്തത് കൊണ്ട് ഒരു സുന വെച്ച് അങ്ങ് പിടിപ്പിച്ചു കൊടുക്കും. ഏത് വൃക്ഷണം വെച്ച് പിടിപ്പിച്ചു കൊടുക്കും. ഇനി അതിനുശേഷം പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറണ്ടേ, ഈ യോനി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ പുള്ളി ഭയങ്കര വിവശയായി വിഷമിച്ച് പാർവതിയുടെ അടുത്ത് എന്ന് പറയും. പാർവതി മനുഷ്യ സ്ത്രീയായിരുന്നേ. ഈ ദേവഗണത്തിലേക്ക് അവർ ശിവനെ കല്യാണം കഴിച്ച് ചെന്നെങ്കിലും വലിയ പവറൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ യോനികളിലേക്കൊക്കെ ഈ ഓട്ട കണ്ടാലേ പ്രശ്നം കണ്ണാക്കി കൊടുക്കും. അങ്ങനെ പാർവതി പ്രശ്നം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. 1000 യോനികൾ എപ്പോഴും പ്രശ്നമായി നിന്നു. ബ്രഹ്മാവിന്റെ ഇടപെടലാൽ കോപം തണുത്ത ഗൗതമമുനി തനിക്ക് വിരോധമില്ലെന്ന് അറിയിച്ചതോടെ ദേവഗണങ്ങൾ ആദിപരാശക്തിയെ സമീപിച്ചതിനൊരു പരിഹാരം തേടി. ആദിപരാശക്തി എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. യോനികൾ നീക്കം ചെയ്യുവാൻ അശക്തയാണെന്ന് ധരിപ്പിച്ച ദേവി ആ യോനികൾക്ക് നടുവിൽ ഓരോ കണ്ണുകൾ നൽകി അങ്ങോട്ട് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ദേഹമാസകലം കണ്ണുകളായത്. പിന്നെ മുറിക്കപ്പെട്ട ലിംഗവുമായി ഓടി കാട്ടിൽ കയറി അവിടെ വെച്ച് വസൂരി പിടിപെട്ട് 1000 ദൂരങ്ങളിലൂടെ പൊട്ടിയൊലിച്ച് ഒടുവിൽ കാട്ടുവൈദ്യത്തിന് ഭേദമായി ശരീരമാസകലം വസൂരിക്കലയും വെച്ചുപിടിപ്പിച്ച് ആട്ടിൻ ലിംഗവുമായി ശിഷ്ടകാലം ആ ഇന്ദ്രൻ കഴിച്ചുകൂട്ടിയെന്ന് കരുതിയാൽ മതി. അങ്ങനെ 1000 നേത്രങ്ങളുള്ള ദൈവമായി ഇന്ദ്രൻ മാറി. ഇന്ദ്രനുമായി ക്ഷയിച്ച അഹല്യയെ മുനി കല്ലാക്കി മാറ്റിക്കളഞ്ഞു. കഥയിൽ അഹല്യ നീണ്ട ശിലാജീവിതത്തിൽ നിന്ന് മോചിതയാകുന്നത് ശ്രീരാമന്റെ പാദസ്പർശനങ്ങളിൽ ആണെന്നാണ് കഥ. അപ്പൊ ഇതാണ് ആ കഥ. അതുകൊണ്ട് ഇത് പറയാനുണ്ടായ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഇന്ദ്രൻ ചേർത്ത് പേരിടുമ്പോൾ സൂക്ഷിക്കുക. സുരേന്ദ്രൻ, ശശീന്ദ്രൻ, ഹരീന്ദ്രൻ ഒക്കെ പ്രശ്നമാണ്. പിന്നെ ഈ സുരേഷ് എന്ന പേര് സുരന്മാരുടെ ഈശൻ, അതാരാണെന്ന് അറിയത്തില്ലേ, അത് ഇങ്ങേരാണ്. അതായത് ദേവേന്ദ്രൻ എന്ന് തന്നെയാണ് അർത്ഥമെങ്കിൽ ഈ സുരേഷിനുള്ള മറുപടിയാണ് ഞാൻ തന്നത്. അപ്പോൾ ഒരു പേര് കൊണ്ടും ഒരു കമന്റ് കൊണ്ടും എവിടം വരെ എത്തി എന്നുള്ള ഭവിഷ്യത്ത് ഓർത്തുകൊണ്ട് വേണം കാമിതിക്ക് സപ്പോർട്ട് ചെയ്യാനെന്ന് ചുരുക്കം. ഏകദേശം നിങ്ങൾക്ക് കഥയുടെ ഒരു മോറൽ സൈഡ് പിടി കിട്ടിയില്ലേ?
അപ്പുറത്ത് ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇല്ലാ കഥകൾ പറയുമ്പോൾ പുരാണങ്ങൾ എടുത്തു വെച്ച് ഉള്ള കഥകൾ വിളമ്പും. പണി കിട്ടും എന്നുള്ളത് ചുരുക്കം. അപ്പം അതിൻ്റെ കൂടി ചെയ്യിക്കരുത്. പിന്നെ ഇപ്പം ഇത് ഞാൻ പഠിച്ച് പറയണമെന്നില്ല, എനിക്ക് വേറെ സമയമുണ്ട്. ലിബിയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവക്കെതിരെ കുട്ടി കേസ് കൊടുക്കുക. എനിക്കെതിരെ കേസ് കൊടുത്ത് നടക്കില്ല. കാരണം ലിബി എഴുതി വെച്ച പോസ്റ്റാണ് ഞാൻ വായിച്ചത്. പക്ഷെ കഥ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ കഥ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. അതായത് ഇന്ദ്രനിക്ക് ഉർവശി രംഭ ദേനക തിലക എല്ലാവരും ഉണ്ടായിട്ടും മറ്റൊരു പെണ്ണിനെ ബ്രഹ്മാവ് ഉണ്ടാക്കുമ്പോൾ ആ പെണ്ണിൽ അകിഷ്ടനാകുന്നു, അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, അവളെ കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പന്തയത്തിൽ പങ്കെടുക്കുന്നു, പന്തയത്തിൽ ജയിക്കുന്നു. സഹോദര തുല്യനായ നാരദനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ഗൗതമുനിക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. ഗൗതമുനിക്ക് പ്രോഗ്രാം ചെയ്യാൻ അറിയുന്നില്ല. പ്രോഗ്രാം ചെയ്യാൻ അറിയാത്ത ഗൗതമുനിയുടെ അടുത്ത് നിന്ന് ഈ പെണ്ണിനെ ഒരു വട്ടമെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി അങ്ങോട്ട് ചെല്ലുന്നു. പാതിരാ സമയത്ത് പോയി കോഴി കൂവി അയാളെ അവിടുന്ന് എടുത്ത് മാറ്റുന്നു. പകരം ഇവൻ അങ്ങോട്ട് വേഷപ്രച്ഛനായി ചെന്ന് കയറുന്നു. പെണ്ണുമ്പിളയ്ക്ക് മനസ്സിലാവുന്നെങ്കിലും അനുഭവിച്ചു കൊടുക്കുന്നു. അവർ തമ്മിൽ നല്ല ഡിങ്കോലാഫിയ നടക്കുന്നു. ഡിങ്കോലാഫിയുടെ ആഫ്റ്റർ എഫക്റ്റായി അങ്ങനെ സന്തോഷിച്ച് കിടക്കുമ്പോൾ അങ്ങേര് തിരിച്ചു കയറി വരുന്നു. ഈ അവിഹിതം കണ്ടുപിടിക്കുന്ന മഹർഷി ശപിക്കുന്നു. 1000 യോനി ഉണ്ടാവട്ടെ നിനക്കെന്ന് പറയുന്നു. നിന്റെ സുന ഞാൻ ചെത്തിക്കളയുന്നു എന്ന് പറയുന്നു. അങ്ങനെ വൃക്ഷണങ്ങൾ ചെത്തിക്കളഞ്ഞ ഇങ്ങേറ് കാട്ടിലേക്ക് ഓടിക്കേറുന്നു. അഗ്നിദേവൻ വന്ന് ഇങ്ങേർക്ക് ആട്ടിന്റെ സുന എടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ പെണ്ണിനെ ശിലയാക്കി മഴയത്തും വെയിലത്തും ആക്കി നിർത്തുന്നു. പണിഷ്മെന്റിന്റെ രീതിയാണ്. മറ്റേ ആൾക്ക് 1000 പിന്നെ യോനിയും കൊണ്ട് നടക്കുമ്പോൾ തന്നെ വസൂരി വരുന്നു. വസൂരി വരുന്ന സമയത്ത് അതിൽ കൂടെ പൊട്ടി സ്രവങ്ങൾ ഒലിച്ച് കഷ്ടപ്പെട്ട് വസൂരി കലയും കൊണ്ട് നടക്കുന്ന ഒരു ഗതികേട് അങ്ങേർക്ക് വരുന്നുണ്ടെന്നും കഥയിലുണ്ട്. ഇനി ഇതൊന്നും പോരാതെ ഇങ്ങേര് അഗ്നിദേവൻ ഇവരെയും കൊണ്ടുവന്ന് ആദിപരാശക്തിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ആദിപരാശക്തി ഗൗതമുനിയോട് ചോദിക്കുന്നു, ഞാൻ അവന് മാപ്പ് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ചെയ്തോളൂ എന്ന് പറയുന്നു. പക്ഷേ ശക്തി കുറഞ്ഞതുകൊണ്ട് അവിടെ ഈ യോനികൾ അടയ്ക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടും യോനിയുമായി ഒരു യോനിയും കൊണ്ട് ആളുകൾ നടന്നാൽ തന്നെ ബലാത്സംഗമാണ്. ഇത്രയും 1000 യോനിയും കൊണ്ട് കിടക്കുന്ന ഇവനെ കണ്ട ആളുകൾ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുമെന്ന് അറിയുന്നത് കൊണ്ട് ഈ യോനികളുടെ എല്ലാം ഭാഗത്തും ഒരു കണ്ണുകൾ ഫിറ്റ് ചെയ്ത് കൊടുത്ത് പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. അങ്ങനെ സഹസ്രാക്ഷൻ എന്ന രീതിയിൽ ഇന്ദ്രൻ അറിയപ്പെടുന്നു. ഇന്ദ്രന്റെ മറ്റൊരു പേരാണ് സുരേഷ്. ഏകദേശം പിടി കിട്ടിയില്ലേ? അപ്പൊ ഈ കഥ നല്ല കഥയാണ്. ഇതിനകത്ത് നിനക്ക് ഒരു കൊല്ലത്തേക്ക് ഇരുന്ന് പറയാനുള്ള സെക്സ് ഉണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് അഭിഹിതം. നീ മറ്റ് ഇല്ലാ കഥകൾ ഉസ്താക്കന്മാരുടെ തലയിലെയും ഖുറാനിനെയൊക്കെ എടുത്തു വെച്ച് വിവർത്തിച്ച് പറയുന്നതിനെക്കാട്ടി എടി പുരാണങ്ങളിലോട്ട് ഇറങ്ങടി യുക്തിവാദി. നീ യുക്തിവാദിയല്ലേ? നീ എച്ചുകുച്ചിലിയുമാകാതെ നീ യുക്തിവാദിയാവും. നിനക്ക് കമ്പി വർത്താനത്തിന് ഗോൾഡ് മെഡൽ കിട്ടും. അവന്മാരെ കൊണ്ട് ഒരു പിണ്ണാതിനും കൊള്ളത്തില്ലെന്ന് 5-6 മെമ്പർഷിപ്പല്ലേ നിനക്ക് കിട്ടൂ. നീ ടൈം ലൈൻ നോക്കടി, ഒരു പട്ടിച്ചാത്തിനും കാണാനും ഇല്ല. നിനക്ക് കാശ് ഉണ്ടാക്കണോ? ഞാൻ പറയുന്ന അനുസരിച്ച് നീ പുരാണങ്ങൾ എടുത്തുകൊണ്ട് ഇറങ്ങും. നല്ല ടാലൻ്റ് അല്ല, നിങ്ങളിത് കാണുവിൻ. നല്ല ടാലൻ്റുള്ള വായ്ത്താളം അടിക്കുന്ന വായ്നാറിയല്ലയോ നീ. പുരാണങ്ങളുണ്ട്. ശിവപുരാണം 1ാം ഭാഗം കഴിഞ്ഞു. 2ാം പുരാണം ഞാൻ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. വെയിറ്റ് ചെയ്യണം, വെയിറ്റ്. ഇത് യോനി പുരാണമാണ്, മറ്റത് ലിംഗപുരാണം. ഇനി നമുക്ക് യോനി പുരാണം. ഇത് അന്നും അല്ല, ഇന്ദ്രനിൽ തുടങ്ങി ചന്ദ്രനിൽ അവസാനിക്കുന്ന മഹത്തായ കഥകൾ അതിനകത്തുണ്ട്. ഈ കഥകളൊക്കെ നമുക്കൊന്ന് പഠിക്കാം. നമ്മൾ പുരാണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദിപരാശക്തിയെക്കുറിച്ചും പിന്നെ യേശപ്പൻ നമുക്ക് പിന്നീട് എടുക്കാം. യേശപ്പൻ്റെ കൂട്ടരെയും കാണുന്നുണ്ടേ. അതെടുപ്പിക്കരുതേ ദേവി, ഇത് എടുപ്പിക്കരുത്. അത് റിക്വസ്റ്റാണ്, മനസ്സിലാക്കിക്കളാം. യേശപ്പൻ്റെ കൂട്ടർ അവിടെ ഇങ്ങനെ നിരന്ന് പറക്കുന്നുണ്ട്. നമുക്കൊരു പുണ്ണുണ്ടായാൽ അതിലൊരു കുത്ത് തന്നാൽ എങ്ങനെ വേദനിക്കുമോ അങ്ങനെ തന്നെയാണ് പുണ്ണില്ലാത്തൊരു ശരീരത്തിട്ട് കുത്തിയാൽ. നിങ്ങൾ കുത്തുന്നത് പുണ്ണില്ലാത്ത ശരീരത്താണ്. കയ്യിൽ, കഴുത്തിൽ, ദേഹത്ത് മുഴുക്ക വ്രണങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നുമില്ലാത്ത അത്രയും ക്ലീനായി നടക്കുന്ന ഒരു വിഭാഗത്തിനെ ആക്രമിക്കുന്നത്. അപ്പോൾ അക്രമം തിരിച്ചും പ്രതീക്ഷിച്ചോളൂ. കാരണക്കാരിയായ, കാരണദൂതയായ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കമന്റ് ഇട്ടാൽ, ഒരു കമന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരുദ്ധരിച്ച് നിങ്ങൾക്കിട്ട് ഞാൻ പുരാണം പറയും. തർക്കമേ വേണ്ട. പിന്നെ കേസ് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട. ഇത് ഏത് പുരാണത്തിലൊന്ന് കൃത്യമായിട്ട് ഞാൻ പുരാണത്തിൻ്റെ റെക്കോർഡിക്കൽ എവിഡൻസ് ആണ് പറയുന്നത്. ഈ സാധനം കൊണ്ടുവന്ന് ഞാനിത് വാർത്തയുമാക്കും. ഞാൻ പേടിപ്പിക്കുന്നത് തന്നെയാണ്. എനിക്ക് ഇത്തിരി പേടിപ്പിക്കണം എന്നൊക്കെ തോന്നുന്നു. അങ്ങനെയൊക്കെ ഞാൻ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ എനിക്ക് എന്നെ കൊണ്ട് പറ്റും. അപ്പോൾ ആ സാധനങ്ങളുടെ നമ്പർ ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അല്ലെങ്കിൽ നിങ്ങൾ ഇനി പറയുന്നത് ഈ പെണ്ണുമ്പോൾ എന്തൊക്കെ ഇരുന്നുകൊണ്ട് പറയണം. ഇത് ബ്രഹ്മപുരാണത്തിലുണ്ട്, പത്മ പുരാണത്തിലുണ്ട്, രാമായണത്തിലുമുണ്ട്. ബാലകാണ്ഡം സർഗം 48-49 പഞ്ചകന്യകളെ പ്രതിപാദിക്കുന്ന വിവിധ പുരാണങ്ങൾ, ഇതിഹാസങ്ങളിലുണ്ട്. അഹല്യയുടെ വിശ്വോത്തര സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ പുരാണങ്ങളിലും ഈ കഥകളുമുണ്ട് എന്നും കൂടെ ഓർത്തോണം. കഥകളില്ലെങ്കിൽ പിന്നെ അവരുടെ സൗന്ദര്യത്തെ വർണ്ണിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ.
ഈ അഹല്യയുടെ കഥ വരുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രനുമായിട്ടുള്ള അവിഹിതത്തിൽ പിടിക്കപ്പെടുന്ന അഹല്യയ്ക്ക് ശാപം കൊടുക്കുന്നതാണ് കല്ലായിട്ട് പോകുന്നത്. കല്ലിനെ മോചിപ്പിക്കുന്നത് രാമൻ വന്നിട്ടാണ്. അപ്പോൾ ഇതെല്ലാം മിക്സപ്പാണ്. രാമായണത്തിലും അഹല്യ ഉണ്ട്. അഹല്യയുടെ പ്രാതിനിധ്യമുള്ള എല്ലാ പുരാണങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. ഞാനല്ല കേട്ടോ, ലിപിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് കൊടുക്കണമെങ്കിൽ ഒന്നാമതേ വ്രണക്കുരു ഇഷ്ടം പോലെ പൊട്ടി ഒരുപാട് കേസുള്ള പെണ്ണാണ്, അവ കിട്ടി കൊടുത്താൽ മതി. ഷെബീനെ കിട്ടി തരാൻ നിൽക്കേണ്ട കേട്ടാ. ഏത് അത് തന്നെ. എടി കാമി നിർത്തിയിട്ട് പോടി, നീ ആരെയടി സപ്പോർട്ട് ചെയ്യണത്? ഇതിനേക്കാൾ വലിയ ചൊറി പിടിച്ച സാധനം 100 വർഷം മുമ്പ് ആചരിച്ചിരുന്ന മനുഷ്യരുടെ കാര്യം എടുത്ത് അവർക്കിട്ട് താങ്ങു കൊടുക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന നീ കാരണം എയറിലേക്ക് പോവുകയാണ് ലിംഗവും യോനിയും ഒക്കെ. വെറുതെ എന്തിനാടി ഒന്ന് അടങ്ങി 50 പൈസയ്ക്ക് അടങ്ങിയാൽ നിനക്ക് തന്നെ നല്ലത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കമൻറ്റ്സ് നിർബന്ധമാണ്, ഒരു സ്മൈലി എങ്കിലും ഇടണം കേട്ടോ. എനിക്കതൊരു ഭയങ്കര വീക്ക്നെസ്സാണ്. നിങ്ങളുടെ കമൻറ്റ് കാണുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. അത് വേറൊരു കാര്യമുണ്ട്, കഥ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ഇടുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ വന്നിട്ട് വൃത്തിയോടെ എഴുതി വയ്ക്കുമ്പോൾ അത് അതിനകത്ത് അങ്ങ് അടഞ്ഞു പോകും. എനിക്കിതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് കമൻറ്റ് ഇടണം പ്ലീസ്. അതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം, കമൻറ്റ് ഇടണം. ഇനി കൂടുതൽ കഥകൾ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത്തരം ഐതിഹ്യപരമായ, ഇതിഹാസപരമായ, പുരാണപരമായ കഥകൾ കേൾക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു ദിവസം സമയം തന്നാൽ വായിച്ച് ഇത്തിരി എന്നൊക്കെ പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ട് ഞാൻ വന്ന് വീണ്ടും പുതിയ കഥകൾ പറയും. അഹല്യയുടെ കഥകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് നിർബന്ധമാണേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അഭിപ്രായങ്ങൾ കമൻറ്റിൽ